നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് CCTVയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രമേഹം മൂലമുണ്ടാകുന്ന വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള ആഴ്ചകളിൽ ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത് പ്രമേഹം ഗർഭിണികളിലും കുട്ടികളിലും എന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കുന്നംകുളം സൗത്ത് സോൺ ഡയബറ്റിക് സെന്ററിലെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷമീർ. ഡോക്ടർ, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, സാധാരണയായിട്ട് ഗർഭിണികളിൽ പ്രമേഹം സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ കാണാറുണ്ട്. അതേസമയം തന്നെ ചിലരിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഗർഭാവസ്ഥയിൽ പ്രമേഹം വരാനുള്ള കാരണം എന്താണ്? ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടുതലായി ഗർഭിണികളിൽ പ്രമേഹം കാണുന്നത് വളരെ സർവ്വസാധാരണയായിരിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഗർഭിണിയാകുക എന്ന് പറയുന്നത് തന്നെ ഒരു അമ്മയാകുക എന്നുള്ളത് നമ്മുടെ ഈ സാമൂഹികമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ വലിയൊരു ഹോർമോണൽ ചേഞ്ചാണ് ഉണ്ടാകുന്നത്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം തുടക്കത്തിൽ ഗർഭാവസ്ഥയിൽ തന്നെ ഈ പ്ലാസൻഡ എന്ന് പറയുന്ന ഒരു വലിയൊരു ഹോർമോൺ, അതുപോലെ തന്നെ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരുപാട് ബന്ധങ്ങൾ നടക്കുന്നത് പ്ലാസൻഡയിലൂടെയാണ്. ആ പ്ലാസൻഡ ഫോം ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ശരീരത്തിൽ ആ ഗർഭിണിയാകുന്ന അമ്മയിലുണ്ടാകുന്ന ഒരുപാട് ഹോർമോണൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ആ സമയത്ത് മാത്രം കാണപ്പെടുന്ന ഗസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ ഗർഭകാല പ്രമേഹം. അതിന് ആ 9 മാസക്കാലമോ അല്ലെങ്കിൽ ആ പ്രസവം കഴിഞ്ഞ ഉടനെ അത് മാറിപ്പോകുന്ന ഒരു പ്രതിഭാസമാണ്. യഥാർത്ഥത്തിൽ ഇതിനെ നമുക്ക് നേരത്തെ കൂട്ടി കണ്ടെത്താൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് കാരണങ്ങൾ നമുക്ക് ഇന്ന് സയൻസിന് വ്യക്തമല്ല. പക്ഷേ ഈ ഹോർമോണൽ ഇംബാലൻസ് ആ സമയത്ത് മാത്രം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് ഡോക്ടർ, ഈ ഒരു ഗർഭാവസ്ഥയിൽ പ്രമേഹം എന്ന് പറയുമ്പോൾ അത് ഡെലിവറിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഇത് നമ്മൾ അറിയാതെ പോകുന്ന ഒരു വിഷയമാണ്. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഗസ്റ്റേഷൻ ഡയബറ്റീസ് എന്നുള്ളത് തീർച്ചയായിട്ടും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും അതുപോലെ തന്നെ അമ്മയ്ക്കും ഒരേപോലെ വലിയ വിഷമതകൾ ഉണ്ടാക്കുന്ന ഒരു സംഗതികളാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഗർഭിണികളിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രത്യേക കാരണത്തിൽ വരുമ്പോൾ അമിതമായിട്ടുള്ള വണ്ണമുള്ള സ്ത്രീകളിൽ ഉണ്ടാകും, അതുപോലെ PCOD ഉള്ള സ്ത്രീകളിലുണ്ടാകും, പാരമ്പര്യമായിട്ട് പ്രമേഹം ഉള്ള ആളുകളിലും ഇത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കുഞ്ഞ് ഒരു പക്ഷേ ജനിതക വൈകല്യമുള്ള കുട്ടികളെ ഈ അമ്മ പ്രസവിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ അമിതമായ ബ്ലീഡിങ് മൂലം മരണം വരെ സംഭവിക്കാം. അതുപോലെ തന്നെ ഈ ജനിക്കുന്ന കുട്ടികളിൽ മറ്റ് പല അസുഖങ്ങളും കാണപ്പെടുന്നു. അതുപോലെ തന്നെ സിസേറിയൻ എന്ന ആ ഒരു നോർമൽ ഡെലിവറിയിൽ നിന്നും സർജറിയിലോട്ട് അത് മാറ്റപ്പെടുന്നു. അതേപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന പോലെ തന്നെ അമ്മയ്ക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഗർഭാവസ്ഥയിൽ ഷുഗർ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടമാവുമോ? കുറേ കാലം വരെ നമുക്ക് ഇന്ന് ഈ പ്രമേഹത്തെ നേരത്തെ കൂട്ടി ഗർഭിണികളിൽ പ്രമേഹം നോക്കുമായിരുന്നില്ല. പക്ഷേ ഇന്ന് ഒരുപാട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഗൈനക്കോളജി അതുപോലുള്ള ഓർഗനൈസേഷൻസൊക്കെ 24 ആഴ്ച മുതൽ 28 ആഴ്ച വരെ ഗർഭിണികൾ വരുന്ന സമയത്ത് എല്ലാ ഗർഭിണികളിലും പ്രഗ്നൻസിയിലുള്ള ഡയബറ്റീസ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അത് സാധാരണ രീതിയിൽ നോക്കാറ് ഒന്നില്ലെങ്കിൽ ഫാസ്റ്റിങ്ങിൽ ഷുഗർ നോക്കും, അതല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയാനായിട്ട് HbA1c നോക്കും. കൂടുതൽ വ്യക്തമായ രീതിയിൽ ഗർഭാവസ്ഥയിലെ പ്രമേഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 75 ഗ്രാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 75 ഗ്രാം ഗ്ലൂക്കോസ് കലക്കി ആദ്യം ഫാസ്റ്റിംഗ് ഷുഗർ നോക്കി, അതിനെ നമ്മൾ 1 ടൈം അപ്രോച്ച് എന്ന് പറയും. ഓരോ ഗൈനക്കോളജിന് പ്രത്യേകത ഉണ്ടെങ്കിലും അത് 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് 75 ഗ്രാം OGTT നോക്കി ആ അമ്മ പ്രഗ്നൻസിയിൽ ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകുന്ന പ്രമേഹം അവർക്ക് വരാൻ സാധ്യതയുണ്ടോ, അവർക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ കഴിയും. സാധാരണ ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹം അത് ഡെലിവറി കഴിയുന്നതോടുകൂടി മാറും. പക്ഷേ ഡോക്ടർമാരും അത്തരത്തിൽ അതിന് ഇപ്പോൾ ഡെലിവറി ചെയ്യുന്ന ഡോക്ടർമാർ അത് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഗർഭാവസ്ഥയിലുള്ള പ്രമേഹത്തെ പേടിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് മുൻകാലങ്ങളിലെ പോലെയല്ല. ഇന്ന് നമ്മൾ എല്ലാ ഡോക്ടർമാരും, പ്രത്യേകിച്ച് ഗൈനക്കോളജിസ്റ്റും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് എല്ലാം തീർച്ചയായിട്ടും നേരത്തെ കൂട്ടി
കണ്ടെത്താനും അതുപോലെ നല്ല രീതിയിലുള്ള ചികിത്സ കൊടുക്കാനും ഇന്ന് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി തന്നെ ഒരുപാട് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് സംരക്ഷിക്കാനും അതുപോലെ ഗർഭം കഴിഞ്ഞുണ്ടാകുന്ന കുട്ടികളിലും അതുപോലെ മാതാവിലുണ്ടാകുന്ന മാറ്റങ്ങളെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ഡെലിവറി ടൈമിൽ ഇപ്പോൾ മറ്റ് ടാബ്ലറ്റ്സ് ഒന്നും ഡോക്ടേഴ്സ് നൽകാറില്ല. അപ്പോൾ പ്രമേഹം ഉള്ളവർക്ക് പ്രമേഹത്തിനായിട്ട് ഒരു പ്രത്യേക മരുന്ന് കഴിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇവിടെയാണ് നമ്മൾ ഏത് തരത്തിലുള്ള സാധാരണ ഇതിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഗസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് വെച്ചാൽ പ്രമേഹം ഗർഭിണികളിൽ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രമേഹം അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. ചില ആളുകളിൽ ചിലപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഡയബറ്റീസ് ഓൾറെഡി ഡയബറ്റീസ് ഉള്ള ആളുകൾ പ്രീ ഡയബറ്റീസിലൊക്കെ വന്ന് പിന്നീട് ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകുന്ന ഡയബറ്റീസുകളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗസ്റ്റേഷൻ ഡയബറ്റീസ് ഈ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രമേഹത്തിന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അത് ഗർഭം പ്രസവിച്ച് കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ രോഗാവസ്ഥ ശരിക്കും പറഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നു. അത് വളരെ വിചിത്രമാണ്. അതാണ് നമ്മൾ ഹോർമോണിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചികിത്സ തീർച്ചയായിട്ടും ഒരിക്കലും ഈ ഒരു ഘട്ടത്തിൽ ഗർഭിണി ആയിരിക്കുമ്പോഴുണ്ടാകുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ചികിത്സ എന്ന് പറയുന്നത് ഭക്ഷണക്രമവും അതുപോലെ തന്നെ ഇൻസുലിനും മാത്രമേ ഉള്ളൂ. കാരണം മറ്റുള്ള ഗുളികളൊക്കെ നമുക്ക് ഈ സമയത്ത് കുഞ്ഞിനെ ബാധിക്കുന്നത് കൊണ്ട് മറ്റുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും സേഫായിട്ടുള്ളത് ഇൻസുലിനും അതുപോലെ തന്നെ ഭക്ഷണക്രമവുമാണ്. ഇപ്പോൾ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് ഗർഭകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷുഗർ ഉള്ളത് കൊണ്ട് നമുക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കാറുണ്ട് എല്ലാ ഫ്രൂട്ട്സും ഷുഗർ പേഷ്യൻസിന് പറ്റില്ല എന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗർഭാവസ്ഥയിലുള്ളവർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം? വളരെ ഒരു വ്യക്തമായിട്ട് നമ്മൾ ഈ കാര്യത്തിലോട്ട് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു ഗർഭിണിയാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു രണ്ടാമത് ഒരാൾക്കും കൂടെ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തീർച്ചയായിട്ടും ഒരു 10 കിലോഗ്രാം എൻഡ് ഓഫ് ദി പ്രഗ്നൻസി കഴിയുമ്പോഴേക്കും ഒരു 10 കിലോഗ്രാമെങ്കിലും വെയിറ്റ് വെക്കണം എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തിനുപരി പ്രമേഹവും കൂടെ ആ സ്ത്രീയിൽ വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ വലിയൊരു ചലഞ്ചാണത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണങ്ങളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരാണ്. തീർച്ചയായിട്ടും അവരുടെ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ അവരുടെ ഷുഗർ ദിവസവും മോണിറ്റർ ചെയ്ത് അവരുടെ ഭക്ഷണക്രമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി അവരുടെ വ്യായാമവും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഭക്ഷണത്തിൽ തന്നെ നിയന്ത്രിക്കാൻ കഴിയും. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ നമ്മൾ ഇൻസുലിനോട്ട് പോകേണ്ടി വരുള്ളൂ. അവിടെയാണ് നമ്മൾ പല പഴവർഗ്ഗങ്ങളും തീർച്ചയായിട്ടും വളരെ ഒരുപാട് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കി, ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഷുഗർ കൂടുന്ന തരത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് നമ്മൾ മാറ്റി നിർത്തി വളരെ കുറഞ്ഞ രീതിയിലുള്ള ആപ്പിൾ, ഓറഞ്ച്, മുസമ്പി, റോബസ്റ്റ പഴം, പേരയ്ക്ക, അതുപോലെ തന്നെ കുറഞ്ഞ രീതിയിൽ അവരോട് വ്യായാമം ചെയ്യാൻ പറയും. അതുപോലെ സാധാരണ രീതിയിൽ 3 നേരത്തെ ഭക്ഷണത്തെക്കാൾ ഉപരി നമ്മൾ അവരോട് പറയാറ് 5, 6, 7 നേരമായി വളരെ കുറഞ്ഞ 2 മണിക്കൂർ കൂടുമ്പോൾ കുറേശ്ശെ കഴിക്കുന്ന രീതിയിലുള്ള ആരോഗ്യകരമായ സമ്പൂർണ്ണമായ ഭക്ഷണമാണ് നമ്മൾ പറയാറ്. ഡോക്ടർ, ഈ ഒരു ഗർഭാവസ്ഥയിൽ ഷുഗർ ഉള്ള പേഷ്യൻസിന് കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ്, നേരത്തെ പറഞ്ഞു ജനിതക വൈകല്യം പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു, അതിനപ്പുറം ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഷുഗർ വരാനുള്ള സാധ്യതയുണ്ടോ? വ്യക്തമായി ഒരു പഠനങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ വളരെ കുറഞ്ഞ രീതിയിലുള്ള പഠനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുഞ്ഞ് വളരുന്ന 10 മാസക്കാലം അല്ലെങ്കിൽ 9 മാസക്കാലം ആ കുഞ്ഞ് ശരിക്കും ഈ അമ്മയിലൂടെ കിട്ടുന്ന ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാണ് ജീവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു സെൽ മെമ്മറി ലെഗസി എഫക്റ്റ് ഒരു പക്ഷേ ആ കുട്ടിക്ക്, കാരണം ആ കുട്ടി ജനിക്കുന്ന കുട്ടികൾ പലപ്പോഴും ഈ മിസ്ഡ് അബോർഷൻസ്, നേരത്തെ കുഞ്ഞുങ്ങൾ മരണപ്പെടുക, അതുപോലെ തന്നെ ഈ കുട്ടികൾ വളരെ വലിയ കുഞ്ഞുങ്ങളായിരിക്കും, ഓവർ വെയിറ്റ് ആയിരിക്കും, 4-5 കിലോ ഉള്ള കുട്ടികളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾ ഭാവിയിൽ പ്രമേഹം വരാൻ മറ്റുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു ഗർഭകാലം എന്ന് പറയുന്നത് മനസ്സിന് വളരെ സന്തോഷം നൽകേണ്ട ഒരു ടൈമാണെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഷുഗർ ഉള്ള പേഷ്യൻസിനൊക്കെ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം. കാരണം ഇനി ഉള്ള ഡെലിവറിക്ക് അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും എന്നുള്ള ഒരു മാനസിക സമ്മർദ്ദം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പേടിക്കേണ്ടതുണ്ടോ? ഒരു ഡെലിവറി സമയത്ത് അത് സാധാരണ പോകുമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് അത്തരത്തിൽ ഇതിനെക്കുറിച്ചൊരു ഭയം പെടേണ്ട ആവശ്യമുണ്ടോ?
യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ പറയുന്ന പോലെ ഗർഭാവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ കൂടെ ഡയബറ്റീസും കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പേടിക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഗർഭം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗർഭിണി അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത് ആ ഒരു രോഗാവസ്ഥയാണത്. ആളുകൾ അതിനെ ഒരു ട്രഡീഷണലായിട്ട് നമ്മൾ അതിനൊരു രോഗാവസ്ഥയായി കണ്ട് ഗർഭിണിയാണ്, അവളെ കെയർ ചെയ്യണം, പ്രസവിച്ച് കഴിഞ്ഞാലും അവൾക്ക് 2 മാസം റെസ്റ്റ്, ഒരുപാട് ചികിത്സകൾ. ശരിക്കും പറഞ്ഞാൽ അത് ഈ ഒരു ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ അത് യാഥാർത്ഥ്യത്തിന് ശരിയല്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഗർഭമുള്ള സ്ത്രീകൾ, ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ പ്രമേഹം കൂടെ ഉണ്ടാകുമ്പോൾ അവരുടെ പ്രസവരക്ഷ എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ 2 മാസം കൊണ്ട് ഒരുപാട് അന്നജങ്ങൾ അവരെ തീറ്റിച്ച് അവർ വീണ്ടും പ്രമേഹ രോഗിയാവണം. അപ്പോൾ ഒരിക്കലും മനസ്സിലാക്കേണ്ടത് ഈ പ്രമേഹ രോഗാവസ്ഥ ഗർഭിണികളിൽ വന്നാൽ തീർച്ചയായിട്ടും അത് മാറിപ്പോകുന്നത് കുഞ്ഞ് പ്രസവിക്കുമ്പോഴാണ്. പക്ഷേ അത് തിരിച്ചു വരുന്ന ഒന്നാണ്. 50% സ്ത്രീകളിൽ അത് തിരിച്ചു വരും. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് കാണപ്പെടുന്നത് അത് 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വരികയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ അറിവില്ലായ്മ മൂലം നമ്മൾ പിന്നെയും ആ സ്ത്രീയെ ഗർഭമായതുകൊണ്ട് അവരെ വലിയൊരു രോഗിയാക്കി കാണപ്പെട്ട് ഒരുപാട് പ്രസവരക്ഷ എന്ന രീതിയിൽ മരുന്നുകളിലൂടെയും അതുപോലെ അമിതമായിട്ടുള്ള അന്നജങ്ങൾ കൊടുത്ത് വളർത്തുന്നതുകൊണ്ട് തന്നെയാണ്. അത് തീർച്ചയായിട്ടും ആ ഒരു പ്രവണത നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മറ്റൊരു ചികിത്സകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ വീണ്ടും പറയുന്നത് നമ്മൾ കൂടുതലും ഭക്ഷണത്തിലും വ്യായാമത്തിലുമാണ് ശ്രദ്ധിക്കാറ്. ഇപ്പോൾ കുട്ടികളിലെ പ്രമേഹം ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുട്ടികളിലെ പ്രമേഹം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കാം ഡോക്ടർ? നമ്മൾ അടുത്തൊരു ഇതിൽ പറയുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന പ്രമേഹം, സാധാരണ നമ്മൾ ഡയബറ്റീസിലെ ഗസ്റ്റേഷൻ ഡയബറ്റീസ് പറഞ്ഞ പോലെ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് നമ്മൾ കുട്ടികളിലെ പ്രമേഹമായിട്ട് കാണപ്പെടുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും കാണാറ് ചെറിയ കുട്ടികളിൽ കാണപ്പെടുന്ന ഡയബറ്റീസ് ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിലും ഇന്ന് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് വളരെ തടി വെച്ചിട്ടുള്ള നമ്മൾ കുട്ടികളെ അങ്ങനെയാണ് വളർത്തുന്നത്. കൂടുതലും ഈ ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ തന്നെ ഈ അമിതമായിട്ടുള്ള അന്നജമുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തുമ്പോൾ വളരെ വണ്ണമുള്ള കുട്ടികളിലുണ്ടാകുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് യങ്ങുണ്ട്. അപ്പോൾ സാധാരണ ഈ രീതിയിൽ ഇതൊരു ജനറ്റിക്കായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഡയബറ്റീസ് ആണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് വന്നു കഴിയുമ്പോൾ ആ കുട്ടികൾ തീർച്ചയായിട്ടും അവരുടെ പാങ്ക്രിയാസിലെ ബീറ്റാ സെൽ കോശങ്ങൾ സ്വന്തം ശരീരം തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലുണ്ടാകും. അപ്പോൾ ഒരു ഡയബറ്റീസ് കണ്ടെത്തുമ്പോൾ ഒരു 70% അവരുടെ ബീറ്റാ സെൽ പാങ്ക്രിയാസിലെ കോശങ്ങൾ നശിച്ചിരിക്കും. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഒരു അവസ്ഥയിൽ കുട്ടികൾ വളരെ ഫസ്റ്റിൽ തന്നെ ആ കുട്ടികൾ ICUയിലൊക്കെ ആവും അഡ്മിറ്റ് ചെയ്യുക, ഡയബറ്റിക് കീറ്റോസിസ് പോലെ. അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് കുട്ടികളിൽ ഡയബറ്റീസ് കാണപ്പെടും. പുറമേ ചിലപ്പോൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരുന്ന ഒരവസ്ഥ, കൂടുതലായിട്ട് മൂത്രമൊഴിക്കുക, ഇതൊക്കെയാണ് കുട്ടികളിൽ നമ്മൾ കണ്ടെത്തുന്നതും. കുട്ടികളിൽ സാധാരണയായിട്ട് കാരണങ്ങൾ പ്രത്യേകിച്ച് നമുക്കൊരു ഇന്ന കാരണം എന്ന് കണ്ടില്ലെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളിൽ ചെറുപ്പത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന വെച്ചാൽ ഇൻഫെക്ഷൻസ്, ചില വൈറസ്, അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് പശുവിൻ്റെ പാല് പശുവിൻ്റെ കുട്ടിക്കാണ്. അപ്പോൾ അമ്മയുടെ പാലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊച്ചിന് കൊടുക്കേണ്ടത്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് എന്നുള്ളത് നമുക്ക് കുട്ടികൾക്ക് കിട്ടാറില്ല 2 വയസ്സ് വരെ. അത് അതിലൊക്കെ ഉള്ളത് പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ഒരു പക്ഷേ ഈ കുട്ടികളിലെ പാങ്ക്രിയാസിലെ ബീറ്റാ സെൽ കോശങ്ങളെ നശിപ്പിച്ചത് കൊണ്ടാവാം. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് വ്യക്തമായൊരു കാരണം നമുക്കിന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങളിൽ പ്രമേഹം ഉണ്ടെന്ന് എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെ കണ്ടെത്താം? സാധാരണ കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് അവർക്ക് അതിനെക്കുറിച്ച് അത്ര ധാരണയില്ല. അപ്പോൾ എങ്ങനെ കണ്ടെത്താം? ഏതൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണ കാണാറുള്ളത്? വളരെ ശരിയായ രീതിയിൽ നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് കുട്ടികളിൽ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ ഒരു വർഷമോ 2 വർഷമോ എടുത്തിട്ടായിരിക്കാം അത് കുട്ടി ശരിക്കും ടൈപ്പ് 1 ഡയബറ്റീസിൽ എത്തിപ്പെടുന്നത്. കാരണം അതൊരു വലിയൊരു സ്റ്റേജിലൂടെയാണ് പോകുന്നത്. കാരണം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ മെല്ലെ 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 ഓരോ കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റേജിൽ വളരെ തടിയുള്ള ഒരു കുട്ടി മെല്ലെ മെലിഞ്ഞു വരിക, കൂടുതലായിട്ട് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക, സാധാരണ രീതിയിൽ ആ ഒരു ഉത്സാഹക്കുറവുണ്ടാവുക, ദാഹം കൂടുതലായി അനുഭവപ്പെടുക, കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് കൂടുതൽ, സാധാരണ രീതിയിൽ നിന്നും കുട്ടിയിൽ നിന്ന് വരുന്ന പ്രകടമായ മാറ്റങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഡയബറ്റീസിൻ്റെ ലക്ഷണമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ന് നോക്കേണ്ടതാണ്. ഇപ്പോൾ അമിതവണ്ണം പ്രമേഹത്തിനൊരു കാരണമാണെന്ന് പറയാറുണ്ട്. പക്ഷേ എന്നാൽ അമിതവണ്ണമുള്ള എല്ലാ കുഞ്ഞുങ്ങളിലും പ്രമേഹം കാണാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വണ്ണം പ്രമേഹത്തെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഡോക്ടർ? ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം അത് തീർച്ചയായിട്ടും അത് അമിതവണ്ണമുള്ള ആളുകൾ ഒരിക്കലും രോഗികളല്ല. എന്നാൽ അമിതവണ്ണമുള്ള കുറേ ആളുകൾ രോഗികളാണ്. അത് അവരുടെ ഒരു ഇൻഡിവിജ്വൽ വേരിയേഷനാണ്, ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷനാണ്. എല്ലാ ആളുകളിലും
പിന്നെ അമിതവണ്ണമുള്ള കുട്ടികളിൽ ഒരിക്കലും പ്രമേഹമോ അല്ലെങ്കിൽ പ്രഷറോ കൊളസ്ട്രോളോ കാണപ്പെടുന്നില്ല. പക്ഷേ അത് അവരുടെ ആ ഒരു ഫിസിക്ക്, അവരുടെ ഇൻഡിവിജ്വൽ, നമുക്ക് ഓരോ ആളുകളിലുള്ള ആ ഒരു സെൽ വ്യത്യാസങ്ങളാണത്. അത് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ. അത് ഒന്ന് ചിലപ്പോൾ അവരുടെ ജനറ്റിക്കലായിട്ട് അവരുടെ ബോഡിയിലുള്ള, പിന്നെ അതുപോലെ അവരുടെ പാൻക്രിയാസിലെ സെല്ലുകളോ അതിലൊക്കെയുള്ള പ്രത്യേകിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, വണ്ണുള്ള രണ്ട് കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ ഒരു ജനറ്റിക്കലായിട്ട് അവർ വണ്ണം വയ്ക്കുന്നതായിരിക്കും, മറ്റൊരാൾ ഭക്ഷണം കൊണ്ട് വണ്ണം വെച്ചിട്ടുള്ളതായിരിക്കും. ആ അമിതമായിട്ടുള്ള ഈ മറ്റ് ജങ്ക് ഫുഡുകൾ കൂടുതലായി കഴിക്കുന്നുണ്ടായിരിക്കും. അവിടെയാണ് നമ്മളെ വ്യത്യാസം. അപ്പോൾ ഈ ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളായിരിക്കും കൂടുതൽ രോഗികളാവാൻ പോകുന്നത്. മറ്റത് ജനറ്റിക്കലായിട്ട് വരുന്ന ഒബേസിറ്റി ആയിരിക്കാം. അതായിരിക്കും ആ വലിയൊരു വ്യത്യാസം. ഇപ്പോൾ പ്രമേഹം ഉള്ള കുട്ടികൾക്ക് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ടൈപ്പ് 1 ഡയബറ്റീസിലെ ഇന്നത്തെ അവസ്ഥയിൽ ഒരുപാട് ചികിത്സാ രീതികൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഇൻസുലിനാണ്. പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ടൈപ്പ് 1 ഡയബറ്റീസ് നമ്മൾ സൂക്ഷിക്കാതെ ചികിത്സിക്കാതെ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും സാധാരണ ഡയബറ്റീസ് എന്തെല്ലാം അവയവങ്ങളെ ബാധിക്കുന്നു എല്ലാ അവയവങ്ങളും അത് ബാധിക്കും. അതിൽ സംശയമൊന്നുമില്ല. എല്ലാ അവയവങ്ങളെയും കുട്ടികളിലും ബാധിക്കുന്നുണ്ട്. പക്ഷെ അത് നേരത്തെ നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കി ശരിയായ രീതിയിൽ ചികിത്സ, ഇപ്പോൾ മുമ്പൊക്കെ നമുക്ക് വെറും ഇൻസുലിൻ കുത്തിവെക്കുന്നതായിരുന്നു. ഇപ്പോൾ ഇൻസുലിൻ പമ്പ് പോലെയുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഈ ചെറിയ മൊബൈൽ പോലെയുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഇൻസുലിൻ ഡിവൈസുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ടൈപ്പ് 1 ഡയബറ്റീസിലെ ചികിത്സയിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഇത്തരത്തിൽ പ്രമേഹമുള്ളവർക്ക് അവർക്ക് കർശനമായ നിയന്ത്രണങ്ങളൊക്കെ വെക്കാറുണ്ട്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അല്ലാത്ത കാര്യങ്ങളിലായാലും. അപ്പോൾ കുട്ടികളിൽ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രമേഹം മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കുന്നില്ലേ? തീർച്ചയായിട്ടും അത് കുഞ്ഞുങ്ങളിൽ സാധാരണ നമ്മളൊക്കെ ഈ ചികിത്സാ മേഖലയിൽ, ഡയബറ്റീസിൻ്റെ ചികിത്സാ മേഖലയിൽ ഈ കുട്ടികളെല്ലാം ഒന്നിച്ചിരുത്തി, ഈ രക്ഷിതാക്കളാണ് ഇവിടെ ഏറ്റവും വലിയ വറി ഉണ്ടാവുക. കാരണം കുട്ടികൾ അവരുടെ ആ ഒരു രീതിയിൽ അത്ര കണ്ട് അവർക്ക് ഈ ബ്രെയിൻ അത്ര ഡെവലപ്ഡ് ആവില്ല, കുറേ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാനുള്ള. പക്ഷേ ഇവിടെ രക്ഷിതാക്കളാണ് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുക. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കുറേ ക്ലബ്ബുകളുണ്ട്, ടൈപ്പ് 1 ഡയബറ്റീസ് ക്ലബ്ബ്, യങ് ഡയബറ്റിക് ക്ലബ്ബ്. അപ്പോൾ അങ്ങനെയുള്ള ആ കൂട്ടായ്മയിൽ ഇവരെ കൊണ്ടുവരും. ഇവരെ കൊണ്ടുവന്നിട്ട് വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ 2 വയസ്സ് മുതൽ വളർന്ന് വലുതായി ഇന്ന് വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട്. ഇപ്പം നമ്മൾ പിന്നെ വസീം അക്രം, പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനൊക്കെ, അദ്ദേഹം ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. അപ്പോൾ അദ്ദേഹമൊക്കെ അങ്ങനെ ഒരുപാട് വലിയ വലിയ ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യണത് ഇങ്ങനെയുള്ള കൂട്ടായ്മയിലൂടെ അവരെ നമ്മൾ ഓരോ ആളുകളെ എക്സാമ്പിളായി കാണിച്ചു കൊടുത്ത്, തീർച്ചയായിട്ടും അതൊരു രോഗാവസ്ഥയാണ്. നമുക്കിതിൻ്റെ കൂടെ മേക്കപ്പ് ചെയ്ത് ജീവിച്ചേ പറ്റുള്ളൂ. ജീവിതത്തിലൊന്നും നഷ്ടപ്പെടാനില്ല. ചെറിയൊരു ഹോർമോൺ കുറവുണ്ട്, ആ ഹോർമോൺ നമ്മൾ കുത്തിവെച്ച് ജീവിക്കുന്നു. അപ്പോൾ അത് നമ്മൾ അവരുടെ ഓരോ ദിവസവും അവരെ ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്ത്, ഇങ്ങനെയുള്ള കൂട്ടായ്മയിലൂടെ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും വളരെ സുഖമായിട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് കൂടുതൽ കാണപ്പെടാറ്. പക്ഷേ ഈ പ്രമേഹം ഉള്ള കുട്ടികൾക്ക് അലസത കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനൊക്കെ ഒരു മടി എന്ന തരത്തിലൊക്കെ പറയാറുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? തീർച്ചയായിട്ടും ഇത് വളരെ പ്രസക്തമായൊരു സംഗതിയാണ്. കാരണം ഇവിടെ സംഭവിക്കുന്നത് ഈ അലസത ഉണ്ടാകുന്ന കുട്ടികളിലെ ഷുഗർ നിയന്ത്രണമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ആ കുട്ടികളുടെ HbA1c അതില്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതികളൊന്ന് നമുക്കൊന്ന് നോക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അത് നിയന്ത്രണമല്ലാത്ത പ്രമേഹം കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ആ കുട്ടികളിൽ അലസത വരുന്നത്. അത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി അത് കൺട്രോളാക്കി കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളിലെ പ്രമേഹത്തിന് ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് നൽകാറുള്ളത്? ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും 2-3 നമുക്ക് ടെസ്റ്റുകളുണ്ട്. ഓട്ടോ ആൻറ്റിബോഡീസ്, GAD, IA2, ICA എന്ന് പറയുന്ന ആൻറ്റിബോഡികൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും ടൈപ്പ് 1 ഡയബറ്റീസ്. അങ്ങനെ നമ്മൾ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ളത് ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് ഇവരുടെ ഭക്ഷണക്രമം വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കും. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ് അവരിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഭക്ഷണങ്ങളിലുള്ള വലിയ പ്രത്യേകിച്ച് മിഠായികൾ, ചോക്ലേറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ അത് വളരെ ടാക്റ്റിക്കായി അവരെ മനസ്സിലാക്കി കൊടുത്ത് മെല്ലെ അവരിന്ന് അതിൻ്റെ സംഗതികൾ മനസ്സിലാക്കി കൊടുത്ത് അവരെ അതിൽ നിന്ന് വിഡ്രോയിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ചികിത്സാ രീതികൾ തീർച്ചയായിട്ടും അസുഖത്തെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കൾക്കാണ്. രക്ഷിതാക്കളെ മനസ്സിലാക്കുന്നതോടുകൂടി കുഞ്ഞത് മനസ്സിലാക്കും. ആ കുഞ്ഞതിനോട് മേക്കപ്പ് ചെയ്ത് ജീവിക്കുമ്പോൾ ഇൻസുലിൻ എന്നൊരു ഹോർമോണാണ്. ഇതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം ഇത് കുത്തിവെക്കേണ്ടതാണ്. ഈ കുത്തിവെക്കുന്ന ഇൻസുലിൻ തീർച്ചയായിട്ടും ആദ്യത്തെ കുറേ സമയങ്ങൾ ശരിക്കും ഒരു വലിയൊരു
ബോധവൽക്കരണം ഈ കുടുംബത്തിൽ തന്നെ വളരെ അത്യാവശ്യമാണ്. കുത്തിവയ്പ്പ് എങ്ങനെയാണ് കുത്തിവയ്ക്കേണ്ടത്, കുത്തിവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. തീർച്ചയായിട്ടും ഇൻസുലിൻ കുത്തിവയ്ക്കുന്ന ഒരു സംഗതിയാണെങ്കിലും ആ ഒരു ഹോർമോണിൻ്റെ അഭാവം ഇന്ന് 1921 ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അതുവരെ ഈ ടൈപ്പ് 1 ഡയബറ്റീസുള്ള കുട്ടികൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അപ്പോൾ ഈ ഇൻസുലിൻ കണ്ടെത്തിയത് വലിയൊരു സംഗതിയാണ്. ആ ഹോർമോൺ കണ്ടെത്തിയതിന് ശേഷമാണ് ഈ കുട്ടികൾ ഇന്ന് വളരെ ഭംഗിയായി ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹത്തോട് ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഹോർമോണിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് കുത്തിവയ്ക്കാതെ നമുക്ക് വേറെ ജീവിക്കാൻ മാർഗ്ഗമില്ല. പക്ഷേ ഇന്ന് ഒരുപാട് ഡിവൈസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേ ആ കുട്ടികൾ അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള കുട്ടികൾ വളരെ സുഖമായിട്ട് ഇൻസുലിൻ പെന്ന് പോലെ തന്നെ, അതുപോലെ തന്നെ ഇൻസുലിൻ പമ്പ് പോലെയുള്ള ഉപകരണങ്ങളോടുകൂടെ വളരെ സുന്ദരമായി ജീവിച്ചു കാണിക്കുന്നു. ജീവിത അവസാനം വരെ ഈ ഇൻസുലിൻ എടുക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും. ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടും ടൈപ്പ് 1 ഡയബറ്റീസിൽ ബീറ്റാ സെൽ കോശങ്ങളില്ലാത്തതുകൊണ്ടും പാങ്ക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതുകൊണ്ടും തീർച്ചയായിട്ടും ജീവിതാവസാനം വരെ തന്നെയാണ് ഇൻസുലിൻ കുത്തിവയ്ക്കേണ്ടി വരിക. അവർക്ക് അങ്ങനെ ഇൻസുലിൻ ജീവിതാവസാനം വരെ എടുക്കണം. എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ ഷുഗറിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് എത്ര മാസം കൂടുമ്പോൾ അവരതൊന്ന് ചെക്കപ്പ് ചെയ്യണം? സാധാരണ മറ്റുള്ള പ്രമേഹക്കാരെ അപേക്ഷിച്ച് ഈ ടൈപ്പ് 1 ഡയബറ്റീസുള്ള കുട്ടികളോട് നമ്മൾ ഒരു ഗ്ലൂക്കോമീറ്റർ, ഷുഗർ നോക്കുന്ന ഗ്ലൂക്കോമീറ്റർ വാങ്ങിക്കാൻ പറയും. ഗ്ലൂക്കോമീറ്റർ വാങ്ങിയിട്ട് ഏകദേശം ഒരു ഡയറി തന്നെ ഉണ്ടാക്കണം ഓരോ ദിവസത്തെയും. അപ്പോൾ ആദ്യത്തെ സമയങ്ങളിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഗതികളാണ്. എല്ലാ ദിവസവും ഷുഗർ നോക്കേണ്ടി വരും. പിന്നെ നമുക്കത് മനസ്സിലാവും. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഡോക്ടർക്കും മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ തോത് നമ്മൾ കുറയ്ക്കും. അത് ആഴ്ചയിൽ 1-2 ദിവസമാവും, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമാവും. പിന്നെ അത് ഇങ്ങനെ കുറച്ച് മാസത്തിലായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും ടൈപ്പ് 1 ഡയബറ്റീസ് ആയാലും മറ്റുള്ള അവയവങ്ങളെ ബാധിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തെല്ലാം അവയവങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് ഹോർമോൺ അബ്നോർമാലിറ്റി ആയതുകൊണ്ട് തൈറോയ്ഡ് ഈ കുട്ടികളിൽ കാണപ്പെടുന്നു. അതുപോലെ മറ്റുള്ള ഹോർമോണൽ ചേഞ്ചുകൾ കാണപ്പെടുന്നു. ചില കുട്ടികളിൽ പിന്നെ ഗ്രോത്ത്, വലിപ്പക്കുറവ് കാണുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോ ഘട്ടങ്ങളിൽ അവരുടെ ടെസ്റ്റുകൾ ചെയ്യണം. ഹോർമോണുകളുടെ ടെസ്റ്റുകൾ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള കണ്ണുകളുടെ ടെസ്റ്റ് ചെയ്യണം, കാലിലോട്ടുള്ള ഞരമ്പുകളുടെ ടെസ്റ്റ്, ഹാർട്ടിൻ്റെ ടെസ്റ്റുകൾ. അപ്പോൾ അവയവങ്ങൾ തീർച്ചയായിട്ടും എല്ലാ വർഷത്തിലും അവർ ടെസ്റ്റ് ചെയ്ത് കുഴപ്പങ്ങളില്ല, ഷുഗർ കൺട്രോൾ ആണെന്നുള്ളത് HbA1c കൂടെ നോക്കിയിട്ട് തീർച്ചയായിട്ടും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സാധാരണ ഷുഗർ പേഷ്യൻസിന് ഉള്ള ഒരു വലിയൊരു സംശയം, കാരണം കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുമ്പോൾ ഭാവിയിൽ അത് കിഡ്നിയെ ബാധിക്കാം, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ധാരണയുണ്ട്. കുട്ടികളിൽ അത്തരത്തിൽ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക് ഭാവിയിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? നമ്മുടെ അറിവില്ലായ്മയാണ് വീണ്ടും ഇവിടെ പ്രശ്നമാകുന്നത്. തീർച്ചയായിട്ടും കുട്ടികളിൽ നമ്മൾ ഈ ടൈപ്പ് 1 ഡയബറ്റീസിൽ മാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികളിൽ ഉപയോഗിക്കുന്നത് വെറും ഇൻസുലിനാണ്. അത് അവരുടെ ശരീരത്തിലുള്ള ഹോർമോണാണ്. ആ ഹോർമോൺ നമ്മൾ ഇല്ലാത്തത് കൊണ്ട് ആ രോഗം രക്തത്തിൽ വരുന്നു. ആ രോഗത്തിന് വേണ്ടി നമ്മൾ ആ ഇൻസുലിൻ കുത്തിവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഒരു സൈഡ് എഫക്ട്സും ഒന്നിലുമില്ല. പക്ഷേ ഇൻസുലിൻ പുറത്തുനിന്ന് കുത്തിവയ്ക്കുന്നതുകൊണ്ട് സമയക്രമത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടാവും. അതുപോലെ ശരിയായ രീതിയിലല്ല ചികിത്സ നടക്കുന്നതെങ്കിൽ അമിതമായിട്ടുള്ള രക്തത്തിലെ പഞ്ചസാര തീർച്ചയായിട്ടും മറ്റുള്ള അവയവങ്ങളെ ബാധിക്കാം. അതല്ലാതെ ഈ ഒരു അസുഖത്തിന് ചികിത്സിക്കുന്നത് കൊണ്ട് ആ മരുന്നുകളെ കൊണ്ട് മറ്റൊരു അസുഖം ഉണ്ടായിത്തീരുന്ന ഒരു പ്രവണതയില്ല. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ടൈപ്പ് 1 പ്രമേഹം, അത് ജീവിതാവസാനം വരെ നമുക്ക് ഇൻസുലിൻ എടുക്കേണ്ടി വരുമെന്ന്. അതല്ലാതെയുള്ള പ്രമേഹം ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്നതാണ്? ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് കുട്ടികളിൽ കാണപ്പെടുന്ന ഹോർമോൺ അല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ ഡയബറ്റീസ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ 30% ഡയബറ്റീസിന് മരുന്നിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും പ്രീ ഡയബറ്റീസ് എന്നൊരു സ്റ്റേജിലാണ് നമ്മുടെ നാട്ടിലെ 50% ആളുകളും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ അസുഖത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കുകയും നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച്, സമ്പൂർണ്ണമായിട്ടുള്ള ആഹാരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും നമ്മുടെ വ്യായാമത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്താൽ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും പ്രമേഹത്തിന് മരുന്ന് എന്ന് പറയുന്നത് അസുഖത്തെ മനസ്സിലാക്കലും ഭക്ഷണത്തെ മനസ്സിലാക്കലും വ്യായാമവുമാണ്. ഈ 3 കാര്യങ്ങളിലൂടെ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. മരുന്ന് 4ാമത്തെ സ്ഥാനമാണ്. ശരിക്കും പറഞ്ഞാൽ പ്രീ ഡയബറ്റീസിലുള്ള ആളുകൾക്ക് നോർമലിലേക്ക് പോകാൻ കഴിയും. നോർമലിലുള്ള ആളുകൾക്ക് പ്രീ ഡയബറ്റീസും ആവും, പ്രീ ഡയബറ്റീസുള്ള ആളുകൾക്ക് ഡയബറ്റീസിലേക്ക് വരാം. ഒരിക്കലും ഡയബറ്റീസ് ഇന്നത്തെ സാഹചര്യത്തിൽ തീർത്തും നമുക്ക് നോർമലിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. നല്ല രീതിയിലുള്ള ഒരുപാട് മരുന്നുകൾ പ്രീ ഡയബറ്റീസിലേക്ക് എത്താനുള്ള മരുന്നുകളുണ്ട്. അത് തീർച്ചയായിട്ടും അത് ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നോർമലിൽ മരുന്നുകളില്ലാതെ ജീവിക്കുന്ന ഒരു സന്തോഷ വാർത്ത പ്രമേഹ രോഗികൾക്ക് ഇന്ന് തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ പ്രമേഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? കുഞ്ഞുങ്ങളിൽ പ്രമേഹം വരാതിരിക്കാനായിട്ട് ഒന്ന്, നമ്മുടെ നാട്ടിലെ ജീവിത സാഹചര്യത്തിൽ ജങ്ക് ഫുഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് പല ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വയസ്സ് വരെ നിർബന്ധമായും കുഞ്ഞുങ്ങൾക്കുള്ളതാണ് അമ്മയുടെ പാല്.
അത് പശുവും പാലും മറ്റുള്ള പൊടികളും തീർച്ചയായിട്ടും അത് രോഗം ഉണ്ടാക്കും. പക്ഷേ വേറെ മാർഗ്ഗങ്ങളില്ല. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ കുറേ ഈ ബ്രസ്റ്റ് ഇന്നൊക്കെ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ പുതിയ 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 പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്, ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾക്ക് അത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ നാട്ടിലെ കുറേ കുട്ടികൾക്ക് അതില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പാല് വലിയൊരു വിഷയമാണ്. അതുപോലെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ഈ ചെറുപ്പത്തിലുള്ള കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒരു മാസത്തിൽ കൊടുക്കുന്ന നമ്മൾ വാക്സിനേഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിയുന്നതും ഇങ്ങനെയുള്ള വലിയ വലിയ ഇൻഫെക്ഷൻസ് വലിയൊരു പ്രശ്നങ്ങളാണ് വാക്സിനേഷൻ ഇല്ലാതെ വരുമ്പോൾ. ആ വൈറസ് ചിലപ്പോൾ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. അതുപോലെ ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളെ നല്ല പോഷകാഹാരങ്ങൾ കൊടുത്ത് ജങ്ക് ഫുഡുകൾ ഒഴിവാക്കി വളർത്തുന്നതും. അതുപോലെ ഇന്നത്തെ സാഹചര്യം നമ്മുടെ കുട്ടികളെ വലിയ രോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മൊബൈലാണ്. അത് വലിയൊരു അഡിക്ഷനാണ്. കുട്ടികൾക്ക് കളിക്കാൻ അറിയില്ല, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഈ ഒരു സാഹചര്യം ഭയങ്കര പ്രശ്നമാണ് ഇന്ന്. കാരണം ഒരു കളിയില്ല. പണ്ട് കളികളെങ്കിലും ഉണ്ടായിരുന്നു, വ്യായാമം അല്ലാത്തതിന്. ഇന്ന് കളികളില്ലാതെ കൂടുതലും ഗാഡ്ജറ്റുകളാണ്, ഗെയിമുകൾ. ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾ തടി വെച്ച് വരികയാണ്. അത് തീർച്ചയായിട്ടും വലിയ രോഗികളാണ് നമ്മൾ ഇനി അടുത്തൊരു തലമുറയിൽ കാണാൻ പോകുന്നത്. ഡോക്ടർ, നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ സമയം ഇന്ന് ഇവിടെ കഴിയുകയാണ്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് ഗർഭിണികളിൽ ഉണ്ടാകുന്ന പ്രമേഹം, കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രമേഹം എന്ന വിഷയമാണ്. ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും ജീവിതശൈലി തന്നെയാണ് പ്രമേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. ജീവിതശൈലി ശ്രദ്ധിച്ചാൽ തന്നെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കാതെ നിയന്ത്രണ വിധേയമാക്കാം. ആരോഗ്യരംഗത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.